ഫ്രണ്ട്സ്, കുഞ്ഞു ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നേരെ വെളുത്ത പതിവായിട്ടുള്ളൊരു പണിയാണിത്, കോഴികളെ വിടാന്നുള്ളത്. ഇപ്പോഴത്തെ കാലത്ത് ചുരുക്കം വീടുകളിലെ ഈ മണ്ണിൻ്റെ കൂട് ഉണ്ടാവുള്ളൂ, കോഴിക്കൂടായിട്ട്. ഇവരെ വിടുമ്പോഴുള്ള ആ ബഹളവും ആ മണ്ടിപ്പാച്ചിലും അതൊരു രസമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ്. എന്തൊക്കെ ആലോചിക്കണേ? മുട്ടുണ്ട്. കൂട്ട് കണ്ട മുട്ടൊക്കെ എടുത്ത് നോക്കുമ്പോഴാ വൃത്തിയാക്കണേ. ഇവിടെ സുഖമായിട്ട് വന്ന് നേരം വെളുക്കോളം കൂട്ടിലിരുന്നിട്ട് വെക്കണേ. മുട്ടടാതെ ഇവിടെ നേരം വെളുത്തപ്പോൾ അങ്ങനെ തട്ടുമ്പുറത്ത് കയറി മുട്ടടാനുള്ള പരിപാടിയാണ്. ഇത് കണ്ടമ്മ അവിടെ ആ സ്പോട്ടിൽ തന്നെ കൂട്ടിലടച്ചു. ഈ മുട്ടിട്ട് ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞിട്ട് അവൾ വീണ്ടും കൂട്ടിലേക്ക് വെറ്റില മുറുക്കാൻ വേണ്ടി അമ്മ അടക്കൊക്കെ നന്നാക്കിക്കുമ്പോൾ ഇതാവും ഇവിടെ ഒരുത്തി കുട്ടീനെയും കൊണ്ട് ഇരിക്കുകയാണ്. പിന്നെ കണ്ടപ്പോൾ അവൾക്കൊരു ശൗര്യം. അപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്, റേഷൻ കടയിൽ പോകണമല്ലോ എന്നുള്ളത്. അങ്ങനെ അമ്മയോട് ഞാൻ റേഷൻ കടയിൽ പോകാനുള്ള സഞ്ചി കൊണ്ട് എടുത്തരാം. എടുത്തോളി, കുപ്പി അവിടെ നിന്ന് എടുത്തോളൂ. അടുത്തോളി. റേഷൻ കടയിൽ നിന്ന് അരിയൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ നേരെ പോയതൊരു ചായപ്പീടിയേക്ക്. അവിടെ ചെന്നിട്ട് നല്ലൊരു അടിപൊളിയൊരു ചായയും പിന്നെ ഒരു ഉള്ളിവടയും ഓർഡർ ചെയ്തു. ചായപ്പീടികയിൽ തിരക്കൊന്നുമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ചായ കിട്ടി. ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചുണ്ടിനടുത്ത് കൊണ്ടുപോയപ്പോഴാണ് ഞാൻ ചൂടറിഞ്ഞു. തൽക്കാലം ചായ ഞാനവിടെ വെച്ചാണ്ട് നമ്മുടെ ഉള്ളിവടാശാനാക്കണ് പതുക്കെ ഇങ്ങോട്ട് അകത്താക്കി. ചായപ്പീടിയിൽ ഇങ്ങനെ ചായയും കുടിച്ചിരുന്നപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. അരി കൊണ്ട് ചെന്നിട്ടാണ് നമുക്ക് അരി അടുപ്പത്തിടാനുള്ള കാര്യം. പെട്ടെന്ന് തന്നെ ഞാൻ ചായ കുടിച്ച് ഇറങ്ങി. ചായപ്പീടിയിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ഞാനാക്കണ് പിന്നെ നമ്മുടെ കെട്ടിയ ചരിയൊക്കെ തലയിലേറ്റി പോവാണ് പേരേക്ക്. പോകുന്നപ്പോൾ നമ്മുടെ തോണിക്കാരനോട് ഞാൻ ഇപ്പം തന്നെ വരും എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പോകുന്നത്. അപ്പം ആ തോണിക്കാരനെ അവിടെ കാത്തിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കടലിൽ ചെന്നപ്പോഴോ വേറെ രണ്ടാളും കൂടി കടവത്തോടെ കാത്തിട്ടുണ്ടായിരുന്നു തോണിക്കാരൻ. അതിലങ്ങനെ തോണീൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് നടന്നു നീങ്ങി. തോണീൻ്റെ ഒരു തലക്കിൽ അരയൊക്കെ ഇറക്കി വെച്ചിട്ട് ഞങ്ങളങ്ങനെ തോണിയിലങ്ങനെ മെല്ലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെന്നിട്ട് വേണം നമുക്ക് അരി അടുപ്പത്ത് വെക്കാൻ. അങ്ങനെ അരിച്ചൊക്കെ ഞാൻ തലയിൽ വെച്ച് വീട്ടിലേക്ക് ആക്കണ ഒറ്റ ഓട്ടം. അരി കിട്ടി അമ്മാക്കണ് അപ്പം തന്നെ അരി അടുപ്പത്തിട്ട്. പിന്നെ ഞാൻ വീട്ടിലൊരു കത്തും കൊണ്ട് നേരെ പോയത് നമ്മുടെ ചീരൻ്റെ അടുത്ത്. ഈ ഒരു ചീരൻ്റെ പേരെന്താണെന്ന് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ചോദിച്ചത്. അപ്പോൾ ഞാൻ അങ്ങനെ മനസ്സിലാക്കേണ്ടത് ഇംഗ്ലീഷ് ചീരയാണെന്ന്. പലരും അതിന് കമൻ്റ് ഇട്ടുന്നു. എന്തായാലും ഞാനങ്ങനെ നമ്മളെ ഇംഗ്ലീഷ് ചീരനെ അങ്ങോട്ട് കത്തിയെടുത്തങ്ങോട്ട് വെട്ടിയെടുത്ത്. ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം എന്ന് പറഞ്ഞാൽ ഇതുണ്ടാക്കാമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു എന്നാൽ പോയി ചീര പറിച്ചോ എന്ന് പറഞ്ഞു. എന്തായാലും ഞാനത് പറിക്കലേ ചെയ്തത്. അതങ്ങനെ ഒരുപാട് വളർന്നുകൊണ്ട് ഞാനത് കത്തി ഉപയോഗിച്ചാണത് ഒക്കെ അതിൻ്റെ കമ്പുകളൊക്കെ വിട്ടെടുത്തു. അപ്പോൾ വിട്ടുന്ന കമ്പുകളവിടെ മേലെ എവിടെയെങ്കിലും അത് കുത്താന്ന് അമ്മ പറഞ്ഞു. എന്നോടങ്ങനെ അമ്മ വേറെ കാര്യം പറയാം. എന്ത് വെച്ചാൽ ഈ ചീരമൊരു കായ ഉണ്ടാവും. ആ കായൊക്കെയാണ് നമ്മുടെ കറിയിൽ ഉൾപ്പെടുത്തിയാൽ അഥവാ എങ്ങനെയെങ്കിലും ഉൾപ്പെട്ടാൽ ഇതുപോലെ നമ്മളെ മേലൊക്കെ പൊന്തുന്നു. അതെന്തോ ശരിയോ തെറ്റോ അറിയില്ല. അമ്മേൻ്റെ മേലിങ്ങനെ ചീര കൂടിയിട്ട് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അമ്മ പറഞ്ഞത്. പിന്നെ നമ്മളെ കുട്ടിക്കാലത്തൊക്കെ എന്താ ഈ ചീരയിലൊരു ചെറിയൊരു ഇതുണ്ടാവും. അത് നമ്മളെ മൂക്കുത്തിയൊക്കെ ആയിട്ട് പണ്ട് നമ്മൾ മൂക്ക് മുട്ടിച്ചെന്ന് അതൊക്കെ നല്ല ഓർമ്മയുണ്ട്. എന്തായാലും നമുക്കൊക്കെ നമ്മളെ ചോറ് കൂട്ടാൻ നല്ലൊരു അടിപൊളി തോരൻ ഉണ്ടാക്കാനുള്ള ഉദ്ദേശത്തിലാകണം ഞാനിതങ്ങോട്ട് ഇതിൻ്റെ ഓരോന്നിങ്ങോട്ട് ഇതിലങ്ങോട്ട് പിഴുതെടുക്കാനുള്ള പരിപാടിയാണ്. അപ്പം അമ്മയായിട്ട് ഉണ്ടാക്കുന്നത് നല്ല അടിപൊളിയൊരു ഇംഗ്ലീഷ് ചീര തോരൻ. പിന്നെ അവിടെ അമ്മ എന്നോട് ഇടയ്ക്കിടയ്ക്ക് പറയാണ് അതിൻ്റെ കുരു അതിൽ പെടല്ലേ. കാരണം അമ്മയ്ക്ക് ചീര നിന്നിട്ടാക്കണ ഇതിന് മുന്നേ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇക്കൊരു പേടി, ഇത് ഇനിയിപ്പോൾ ആ കുര എങ്ങനെ പെട്ടാൽ നമ്മളെ മേത്തും ഇങ്ങനെ പൊന്തുവാണ്. അപ്പോൾ അമ്മേനോട് ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ഉണ്ടാവില്ല അമ്മ, അത് നിങ്ങൾക്ക് വേറെ എന്തിൻ്റെയും റിയാക്ഷനീകാരെന്നൊക്കെ. അതുകൊണ്ട് ഞാൻ നല്ല ശ്രദ്ധിച്ചാക്കണേ ആ ചീര അങ്ങനെ ഓരോ ഇല അങ്ങനെ അതിൽ നിന്ന് നുള്ളിയെടുത്ത്. ഈ ചീരൻ്റെ ഓരോ ഇലകള് നുള്ളി അങ്ങനെ എടുത്തപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് ഭ്രാന്ത് കടിക്കാൻ തുടങ്ങി. ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല. ആ ചീര അങ്ങോട്ട് അങ്ങനെ വലിച്ചാണ്ട് ഊരാൻ തുടങ്ങി.
അല്ല പിന്നെ ഇതിങ്ങനെ ഓരോ ഇല ഇങ്ങനെ നുള്ളെടുത്താൽ എന്നാ തീരത്. ഇന്നെന്തായാലും ഈ ഓരോ ഇലക്കണ അങ്ങനെ നുള്ളെടുത്താലേ ഇന്നെന്തായാലും തോരൻ കൂട്ടലുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ലാസ്റ്റ് ഒന്നും നോക്കിയില്ല, അതുകൊണ്ട് വലിച്ചിരുന്ന് തുടങ്ങി. അങ്ങനെയാണെങ്കിൽ ആക്കണേ പെട്ടെന്ന് പരിപാടി തീരും. പിന്നെ നമ്മളാക്കണേ ഈ ഇല നുള്ളിയെടുക്കുമ്പോൾ ആക്കണേ നമ്മളിതിൽ പുഴുക്കളോ അങ്ങനെ ചെറിയ ചെറിയ ജന്തുക്കളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മളാക്കണേ നല്ലോണം ശ്രദ്ധിച്ച് വേണം എടുക്കുക. പിന്നെ ഇത് നല്ലോണം കഴുകി എടുക്കും വേണം. ആരും പറഞ്ഞേ വേറെ എന്തെങ്കിലും ഞാൻ ആ ചീര നുള്ളിയെടുക്കണതിൻ്റെ ഇടയിലാക്കണ അമ്മ വേഗം തോര വെക്കാളെ ആ തേങ്ങ ഇട്ട് പൊളിച്ചെടുത്ത്. ഈ ഒരു സമയത്തായിരുന്നു നമ്മുടെ ചെറിയമ്മേൻ്റെ ഒരു വിളി. കേൾക്കണ ചീര തേയാത്തോണ്ട് കുറച്ച് ചീര പറിക്കും വേണം, ചെറുമീനോട് വർത്താനം പറയും വേണം. ചീര പറിക്കുന്നതിൻ്റെ ഇടയിലാക്കണ ചെറുമീൻ പറയണമെന്ന് ഞാൻ വല്ല ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല. ചെറുമീൻ എന്തൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, പണിയില്ലേ ഇപ്പോൾ കുറേ ഇല്ലേ പണി ഉണ്ടായിട്ടെന്നൊക്കെ ചെറുമ അങ്ങനെ ചോദിക്കുന്നുണ്ട്. എനിക്കാണെങ്കിലോ വിശന്നിട്ടാണെങ്കിൽ നിൽക്കാനും വയ്യ, ആ ചീരന്നായിട്ട് വേണം ചോറ് തിന്നാൻ. അതിൽ ചെറുമ പറഞ്ഞു ചെറിച്ചൻ്റെ ഇപ്പം ഇവിടെ പണിയുണ്ടോ നോക്കട്ടെ, ഇവിടെ പണിയുണ്ടെങ്കിൽ എനിക്ക് അവിടെ നിന്ന് പോന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാൽ ചോദിച്ചു നോക്കി എന്നൊക്കെ പറഞ്ഞു. പണ്ടെങ്കിൽ വിളിക്കുക കാരണം എന്തായാലും ഇപ്പോൾ ഒരു 8-10 ദിവസമായി ഇവിടെ വീട്ടിലിങ്ങനെ ഇരിക്കല്ലേ. അതിൻ്റെ ഇടയ്ക്കാണെങ്കിലോ അമ്മ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് അതിൻ്റെ കുരുപെടല്ലേ എന്ന്. കാരണം നമുക്ക് പേടിയാണ്, അഥവാ അങ്ങനെ ഉണ്ടായാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനെന്താക്കണ് ഒന്നും ശ്രദ്ധിക്കാതെ ചീര അങ്ങോട്ട് അങ്ങനെ വലിച്ചു വരികയാണ്. അതിൽ കുരു പെട്ടണോ പെട്ടില്ല ആർക്കറിയാം. പിന്നെ ആക്കണ നമ്മൾ ഈ ഇലക്കറി എന്ന് പറഞ്ഞാൽ വിടൂലട്ടോ. ചീര ആയാലും മുരിങ്ങ ആയാലും ഇല കൊണ്ടുള്ള എന്തായാലും ഇപ്പോൾ മത്തൻ്റെ ഇല ആയാലും എന്തിലാണെങ്കിലും നമ്മളത് വിടൂല. അത് തോരൻ വെക്കേ താളിക്കേ ആ ഒരു ഇനം മാത്രം മതി ചോറാക്കണ് വയറ് നിറച്ചങ്ങോട്ട് തിന്നാൻ. അങ്ങനെ ഞാൻ അമ്മയും കൂടി ആക്കണേ നമ്മുടെ കൊച്ചടക്കളയിൽ അങ്ങോട്ട് കയറി പെട്ടെന്ന് തോരൻ ഉണ്ടാക്കിയെടുക്കാനുള്ള പരിപാടിയാണ്. അങ്ങനെ അമ്മ ചീനട്ടിയിലാക്കണേ വെളിച്ചെണ്ണ ഒഴിച്ചു. ഇത് നമ്മൾ എങ്ങനെ വെക്കണമെന്ന് ചോദിച്ചാൽ ചെറിയ ഉള്ളിയിൽ ഉണ്ടാക്കുകയാണ്. ചെറിയ ഉള്ളിയും നാളികേരവും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്, തോരനാക്കി എടുക്കണത്. കറുകടില്ലോ ഇതിലെത്തിടൂല. തേങ്ങ പറണ്ട, തേങ്ങ വെന്തിരിക്കും വരക്കും എന്താ ആദ്യം മതി കഴിച്ചു. മഞ്ഞപ്പൊടി ഉണ്ടോ? ഈ ചീരാക്കണ വേവാൻ കുറച്ച് സമയം എടുക്കുന്നതാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അത് വേവാനുള്ള വെള്ളം ഒഴിക്കും. അത് തിളച്ചതിന് ശേഷമാക്കണ നമ്മുടെ ഇംഗ്ലീഷ് ചീര അങ്ങോട്ട് ഇതാണ്. അത് ഇടുമ്പോൾ കുറേ ഉണ്ടാവും, അതൊന്ന് വെന്ത് കഴിഞ്ഞാൽ കുറച്ചേ ഉണ്ടാവുള്ളൂ, ഒന്ന് ചുരുങ്ങി. കത്തിരി കൊള്ളില്ലേ, അത് ചെറുതാവും, അത് ഇതാവും. അങ്ങനെ ഇതാക്കണ ചെറിയൊരു വേവ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ തേങ്ങ ഇട്ടാണ്ട് ഇളക്കി നല്ലോണം എടുക്കണം. ഇതിലാക്കണ വെള്ളം തീരെ പാടിലിട്ടു. അവസാനം തേങ്ങ ഇട്ടതിന് ശേഷം വെന്തതിന് ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഈ ചീര എനിക്ക് തോന്നണേ ഇതാക്കണ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് തോരൻ വെക്കാവും നല്ലതെന്ന് തോന്നണേ. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ തേങ്ങ ചെരുവിട്ട് ഇതാക്കണ ഇതിൽ ശരിക്കും പിടിക്കൂല. ഇതിങ്ങനെ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തത്. ഇങ്ങനെ ഉണ്ടാക്കാം. അങ്ങനെ നമ്മളെ ഇംഗ്ലീഷ് ചീര തോരനാക്കണ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ചീര മാത്രമല്ല എല്ലാ ചീര ആക്കണ ഇങ്ങനെ തേങ്ങയിട്ട് വെച്ചാൽ
നല്ല രസികരം. അവസാനം നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. മുരിങ്ങ ആയാലും ഏത് ചീരാണെങ്കിലും. അങ്ങനെ നമ്മളെ ചീരത്തോരനൊക്കെ റെഡി ആയതിന് ശേഷം അമ്മ പറഞ്ഞു കുറച്ച് വിറക് വേണം. അതിലങ്ങനെ ഞാൻ കുറച്ച് വിറകെടുക്കാൻ പോയി. കത്തിയും കയ്യിൽ പിടിച്ച് ഇതാക്കണ ഞാൻ കൊണ്ടുവന്ന വിറകന് കേട്ടോ. ഇതാ കാട്ടു പോയി വിറകെടുക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ മുമ്പേ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ആ വിറകാണ് വെട്ടിയെടുക്കാൻ പോണത്. ഇതിൻ്റെ ഇടയ്ക്കാക്കണ അമ്മ പീടികയിലൊന്ന് പോയി കുറച്ച് സാധനം വാങ്ങാൻ. അങ്ങനെ അമ്മ പീടികയിൽ പോയിട്ടാണ് വരികയാണ്. തലയിലാക്കണ വലിയൊരു ഉപ്പും ചാക്കും ഏറ്റിയാണ്. കയ്യിൽ ചെറിയൊരു കവറുണ്ട്, അതിൽ കുറച്ച് സാധനങ്ങളുമുണ്ട്. അങ്ങനെ നമുക്ക് കുറച്ച് വിറകൊക്കെ ചെറുതാക്കിയതിന് ശേഷം ഞാനാക്കണ നമ്മളെ ഇംഗ്ലീഷ് ചീരൻ്റെ തോരൻ കൂട്ടിയാക്കണ ചോറ് കഴിക്കാനാണ്. ചോറ് കഴിച്ചതിന് ശേഷമാക്കണ പിന്നെ ഒരു ഉച്ചമയക്കമുണ്ട്. അത് തുടങ്ങിയിട്ട് വേണം ഒന്ന് പുഴ പോയെന്ന് കുളിക്കാൻ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് തരാനും മറക്കരുത്. ഉറങ്ങി എണീറ്റ് നോക്കുമ്പോൾ നല്ല മഴക്കാറ്. അപ്പോൾ പുഴയിൽ പോയിട്ട് പെട്ടെന്ന് കുളിച്ചിട്ട് വരാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ഒരു ബൈ ബൈ. വീണ്ടും കാണാം. ചാട്ടിന്